ഇന്ന് ലോക അവയവദാന ദിനമാണ്. മരിച്ച് 6 വർഷങ്ങൾക്കിപ്പുറവും കൊല്ലം സ്വദേശി ലീന ജീവിക്കുകയാണ് 3 മനുഷ്യരിലൂടെ. മരണത്തിൻ്റെ മുന്നിൽ നിന്ന് ലീനയിലൂടെ ജീവിതത്തിലേക്ക് നടന്നു കയറിയ മോഹനനും ശ്രീജിത്തും റോബിനും ലീനയുടെ ജീവനായിരുന്ന സജീവനെ കാണാൻ വീണ്ടും എത്തിച്ചേർന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ലീനയുടെ മരണം. ലീനയുടെ കരളും ഇരുവൃക്കകളും ഈ 3 പേരിലൂടെ ഇന്നും തുടിക്കുകയാണ്. ഓഗസ്റ്റ് 12 ലീന തന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുപോയത്. പ്രാണന്റെ പാതിയായിരുന്നവൾ ഇന്ന് ലോകത്തില്ലെന്ന സജീവന് തോന്നുന്നേയില്ല. പുള്ളിക്കാരി മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു, അവൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയവദാനം ചെയ്യണമെന്ന്. അവരെ കാണുമ്പോൾ ലീന പോയിട്ടില്ലായി ഭൂമിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. 3 പേരോടെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു മാതൃകയായിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അവരെല്ലാവരും നമ്മളൊരു കുടുംബം പോലായി. എല്ലാ വിഷമത്തിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കും. ആറ്റിങ്ങൽ സ്വദേശി മോഹനിലിരുന്ന ലീനയുടെ കരൾ തുടിക്കുന്നുണ്ട്. ലീന എന്ന് പറയുന്നവരുടെ ഒരു കരൾ ഞാൻ സ്വീകരിക്കുകയോ വൃക്കകൾ മറ്റു 2 പേര് സ്വീകരിക്കുകയോ എന്നുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു. ആർക്കും പരസ്പരം യാതൊരു ബന്ധവുമില്ലാതിരുന്നവരാണ്. ഞങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്ന അവസരങ്ങളിലാണ് ഇതെല്ലാം ലഭിക്കുന്നതും ഇതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുചേരുന്നതും. തിരുവനന്തപുരം ഈഞ്ചക്കൽ സ്വദേശി ശ്രീജിത്തിലും പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി റോബിനിലും ലീനയുടെ വൃക്കകൾ ഇന്നും പ്രവർത്തിക്കുന്നു. ഈ ഭവനത്തിലെ ഒരു അംഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം അവരുടെ ഒരു ജീവൻ ലഭിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. കാരണം ഈ 6 വർഷത്തിന് മുമ്പ് തന്നെ ഞങ്ങളൊരു പക്ഷേ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിരുന്നിരിക്കാം. എന്നാൽ ഈ വൃക്ക ലഭിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. മരണശേഷം ലീനയുടെ എല്ലാ ഓർമ്മ ദിനത്തിലും 3 സജീവന്റെ അരികിലെത്തും. ഇന്ന് കൂടപ്പിറപ്പുകളെക്കാൾ വലിയ ബന്ധമാണ് ഇവർക്കിടയിലുള്ളത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വർഷം മുതൽ എല്ലാ വർഷവും നമ്മൾ കൂടിച്ചേരാറുണ്ട്. അങ്ങനെ ഒരു വർഷവും അങ്ങനെ നമ്മൾ വരാതിരുന്നിട്ടില്ല. ഇനി അങ്ങോട്ടും എല്ലാ വർഷവും ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് സന്തോഷമായിട്ട് ഈ ഒരു ദിവസം സന്തോഷത്തോടു കൂടി പങ്കുചേരണമെന്നാണ് ആഗ്രഹം. ഈ ഓർമ്മ ദിനത്തിലും കുടുംബമായാണ് എല്ലാവരും ആശ്രാമത്തുള്ള ലീനയുടെ വീട്ടിലെത്തിയത്. ഇന്ന് മിക്ക ദിവസവും സജീവനുമായും ഫോണിലൂടെയും ഇവർ സംസാരിക്കും. ഏതൊരാവശ്യത്തിനും ഇവർ ഇന്ന് ഒപ്പമുണ്ട്. ലീനയുടെ അരികിലിരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും മണിക്കൂറുകൾ ഏറെ ചിലവഴിച്ചാണ് ഇവരുടെ മടക്കം. കച്ചവടച്ചന്തയിൽ അവയവങ്ങൾ വിൽക്കുന്ന കാലത്താണ് അവയവദാനത്തിന്റെ ശ്രേഷ്ഠത വിളിച്ചോതുന്ന ഈ ഒത്തുചേരൽ. മരണശേഷവും ഒരു വ്യക്തിക്ക് എങ്ങനെ മറ്റുള്ളവരിൽ ജീവിക്കാൻ കഴിയുമെന്നതിൻ്റെ ഉദാഹരണമാണ് ലീനയെ പോലുള്ളവർ നമുക്ക് പകർന്നു നൽകുന്നത്. അവയവദാനം മഹത്തായ കർമ്മമെന്ന് ഒരിക്കൽ കൂടി ഇവ ഓർമ്മിപ്പിക്കുന്നു. ക്യാമറമാൻ രാസ്കറിനൊപ്പം അരുൺ രാജ് 24. എന്തായാലും ഈ അവയവദിനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ബോധ്യപ്പെട്ട് കാണും ഈ സംഭവത്തിലൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.